ഡോ ഇതുവരെ കഴിഞ്ഞില്ലേ? എന്റെ പൊന്നു സാർ, എനിക്കിത്തിരി സമയം എന്താ? സാറിന് തിരക്ക് കണ്ടാ തോന്നുമല്ലോ. ഇന്ന് രാത്രി തന്നെ ഈ തറവാട്ടിൽ എന്തോ ബിസിനസ് ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടെന്ന്. ഇല്ലെന്ന് തന്നോട് ആരാ പറഞ്ഞേ? ഇന്ന് രാത്രി ഇത് ബിസിനസ് ചെയ്യാൻ എനിക്ക് തോന്നിയ അത് സംഭവിച്ചിരിക്കും മാണിക്കുഞ്ഞ്. പക്ഷെ അത്രയും സ്പീഡ് എനിക്കില്ല. പ്രായം കൊണ്ട് താൻ ചെറുപ്പമാണ് മാണിക്കുഞ്ഞ്. പക്ഷെ ബുദ്ധിയുടെ നിലവാരത്തിലും ഓർമ്മയിലും തനിക്ക് കുറച്ച് പ്രായമായി. താൻ കേട്ടിട്ടുണ്ടോ, തളർന്നു പോയ കുതിരകളെ കൂടെ കൊണ്ട് നടക്കരുത്, അതിനേക്കാൾ ഭേദം അതിനെ വെടിവെച്ച് കൊല്ലണം. അപ്പൊ എനിക്കുള്ള പണി ഉറപ്പായി. ഇത്രയും കാലം കൂടെ നടന്നതിന് ഇങ്ങനെ തന്നെ പറയണം സാറേ. എന്താടാ ഈ നേരത്തൊരു കണക്കും കളിയൊക്കെ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കും സാറേ. 1-2 ദിവസം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ടാ തറവാട്ടോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ചാടിക്കൽ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. എടോ, ഒരു മിനിറ്റ് താൻ വെറുതെ ഇരുന്നാലേ എന്റെ നഷ്ടം കോടികളാ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ അത് അനുവദിച്ചിരുന്നത്? താൻ അപ്പുറത്തെങ്ങനെ പോട്ടെ, ഇത് വേഗം ചെയ്തു തീർത്ത്. ഓ ആയിക്കോട്ടെ, ഞാൻ പോയേക്കാളേ. എന്താ നിന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. എന്തിന്? ആ കളം വരച്ച പെൺകുട്ടിയില്ലേ, അവൾക്കെന്തോ പ്രത്യേക സമ്മാനം കൊടുക്കണമെന്ന് അമ്മ കരുതിയിട്ടുണ്ട്. അത് നീയാ ചെയ്യണ്ടേ. ഞാനില്ല. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിലേ ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം, അതേ നടക്കും. അച്ഛൻ ചെല്ല. എടാ, മുത്തശ്ശി സമ്മതിക്കില്ല. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല, നീ തന്നെ ചെയ്യണം. നിനക്ക് വേണ്ടിയാ പൂജ നടത്തിയത്. നിന്റെ കൈകൊണ്ട് ആ കുട്ടിക്ക് ഒരു സമ്മാനം കൂടി കൊടുത്തു കഴിഞ്ഞാലേ അതൊരു പുണ്യപ്രവൃത്തിയാവും. അതിന്റെ കൂലി ദൈവത്തിൽ നിന്ന് നിനക്ക് കിട്ടും. നമ്മൾ പ്രവർത്തിച്ചാലല്ലേ അതിന്റെ കൂലി കിട്ടും. അത് ദൈവം തന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ആരും ഒന്നും നേടിയ ചരിത്രമില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ദൈവത്തിന്റെ കാര്യങ്ങൾ, പൂജ, പ്രാർത്ഥന, വഴിപാടുകൾ, അതെല്ലാം മുത്തശ്ശിയുടെ ഏരിയയാണ്. അതിലേക്ക് എന്നെ വലിച്ചഴക്കണ്ട. ഇതിനിപ്പോ ഒരുപാട് സമയമൊന്നും ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ. ആ കുട്ടി മുറിയിലുണ്ട്, ചെന്നൊന്ന് വിളിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു, പോരുന്നു, അത്രേ ഉള്ളൂ. അതിനെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്നാ നടക്ക്. അമ്മ പറഞ്ഞാലേ കേൾക്കുള്ളൂ അല്ലേ? അമ്മ പറഞ്ഞാലും കേൾക്കും, മുത്തശ്ശി പറഞ്ഞാലും കേൾക്കും. എന്നാ വേഗാവട്ടെ. ഞാനേ മാണിക്കുഞ്ഞിനൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. മതിയടാ, നാളെ ഇനി നിശ്ചയത്തിന്റെ സമയത്ത് ഇവൻ ഇനി എന്ത് ബിസിനസ്സും കൊണ്ട് വരുവാന്നാ എന്റെ പേടി. വാ ഇങ്ങോട്ട്. സർപ്പക്കളം നന്നായതിന്റെ ഐശ്വര്യം മുഴുവൻ നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഇത് പാരാ? എന്തു ചെടി ചതിച്ചു. ആ തറവാട്ടുകാര് മുഴുവനുണ്ട്. അതിനിപ്പോ എന്താ? നീ പോയി വാതിലോർക്ക്. എടി, അയാളുണ്ട്. എന്നെ കണ്ട കുഴപ്പാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വാതില് തുറക്കൂ. അയ്യോ, കുട്ടി വാതില് തുറക്കാൻ. കുട്ടി വാതില് തുറക്ക്. എവിടെ കളം വരച്ച കുട്ടി? ആ കുട്ടിയോട് ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. മോളുടെ കുളിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല, കുളിക്കണം. എന്നാ പിന്നെ അയാളെ കുളിച്ചേട്ടെ മുത്തശ്ശി, നമുക്ക് പിന്നീട് വരാം. അയ്യോ കുഴപ്പമില്ല, എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. തിരുമേനിമാർക്കൊക്കെ കുട്ടിയെക്കുറിച്ച് വലിയ അഭിപ്രായമാണ്. കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രമാ ഈ നാഗപൂജ ഇത്രയും ഭംഗിയായിട്ട് നടന്നെന്നാ അവരെല്ലാവരും പറയുന്നേ. ഒരർത്ഥത്തിൽ ഞങ്ങളുടെ തറവാടിന്റെ പാരമ്പര്യം തന്നെയാ കുട്ടി കാത്തു സൂക്ഷിച്ച. നന്നായി മോളെ, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കുട്ടിക്കായിട്ടുണ്ടാവും. കളരിക്കൽ തറവാടിന് ഇത്രയും നല്ല കാര്യം ചെയ്ത കുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കളരിക്കൽ തറവാട്ടിൽ സൂക്ഷിക്കുന്നതാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായത്. ഇതിന്റെ അവകാശി ഇനി മോളാ. സുമിത്രേ, ഇത് കുട്ടിയുടെ കയ്യിൽ ഇട്ടുകൊടുക്കൂ. കൈ നീട്ട്.
വിനയും ഐശ്വര്യവും എന്നും ഈശ്വരൻ നിലനിർത്തി തരട്ടെ. എന്നാ പിന്നെ മോളുടെ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ശരി. ആവൂ. രക്ഷപ്പെട്ടു. കോളടിച്ചല്ലോ. പാരമ്പര്യ വളയെന്നൊക്കെ പറയുമ്പോഴേ നിസാര വിലയൊന്നും ആയിരിക്കില്ല. ഇതെന്താ വരാത്തെ? മറന്നുപോയോ? മൊത്തത്തില് കൊള്ളാലോ ഇവരുടെ തറവാട്. ഇതെന്താ? ഓ, ഇതിനകത്ത് നവീൻ വർമ്മയുടെ വക എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടായിരിക്കോ? ആള് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഒന്ന് നോക്കാം. ഉണ്ണി, ദാ വരുന്നു. പോണ്ടേ? ഞാൻ റെഡിയാ. കളം വരച്ചത് നന്നായത് എന്റെ മിടുക്കൊണ്ടാണെന്നാ എല്ലാരും പറയുന്നത്. പക്ഷേ അത് നാഗദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. അവർക്കേ പാല് സമർപ്പിക്കണം, അനുഗ്രഹവും വാങ്ങിക്കണം. പോവാം. വാ. ഹലോ. അവളിവിടെ കാവിനകത്തുണ്ട്. ഒന്നും നോക്കണ്ട, പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ താഴ്ത്തേക്ക്. ശരി മാഡം. അയ്യോ, ആരൊന്നും ചോദിച്ചു കേട്ടില്ലേ? എന്താ നിങ്ങക്ക് വേണ്ടത്? വേണ്ട, പൊക്കോ. ഗോ ബാക്ക്. Leave me! Leave me! വിടാ! വിടാ! ഡാ. വിടാ അവളെ. വിടാ. വിടാനല്ലേ പറഞ്ഞേ? സിഗ്നൽ ഇല്ലല്ലോ. അയ്യോ, കുട്ടി, കുട്ടി, കുട്ടി. അയ്യോ, എടി വാ, പോവാം, പോവാം. എടി എണീക്ക്, വാ. ഉപദ്രവിക്കാൻ വന്നവരാരാണെന്ന് എനിക്കറിയില്ല. രക്ഷിക്കാൻ വന്നവരെ അറിയില്ല. ദ്രോഹിക്കാൻ വന്നവരെ എനിക്കറിയാം. മംഗളത്ത് ഗ്രൂപ്പും കളരിക്കൽ ഗ്രൂപ്പും ഒന്നിച്ചു ചേരുന്നത് ഇഷ്ടപ്പെടാത്തവര് ഈ ബിസിനസ് ലോകത്ത് ഒരുപാട്. അവരാരെങ്കിലും ഒന്ന് കണക്ക് തീർക്കാൻ നോക്കിയതാവും. അല്ലെങ്കിൽ പിന്നെ വേറൊരു സാധ്യതയും കൂടിയുണ്ട്. അതെന്താ മാഡം? എന്താ നിർമ്മലേ? ഒരു മിനിറ്റ്. ഹലോ മാഡം. ആവശ്യത്തിന് പണം തന്നതല്ലേ ഞാൻ, എന്നിട്ട് എങ്ങനെയാണ് അവള് രക്ഷപ്പെട്ടത്? ഞങ്ങൾ അവളെ പിടിച്ച് കാറിൽ കയറ്റാൻ തുടങ്ങിയതായിരുന്നു മാഡം. അപ്പോഴേക്കൊരു പെണ്ണ് വന്ന് ഞങ്ങളെ തടഞ്ഞു. ഏതാ ആ പെണ്ണ്? ആര് നിങ്ങളെ തടഞ്ഞൊന്ന്? ഞങ്ങൾക്കറിയില്ല.
ഇരുട്ടിന്ന് ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു. എല്ലാവരും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി. ഓ ഒന്ന് വെച്ചിട്ട് പോടോ. ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്. എന്താണെന്നും ഇരുട്ടത്ത് ആരൊക്കെയോ പ്രത്യക്ഷപ്പെട്ട് അവരെയൊക്കെ അങ്ങ് തടഞ്ഞു. അല്ല ഇവിടെ ഇപ്പൊ ആരങ്ങനെ പ്രത്യക്ഷപ്പെടാൻ? അവന്മാർ കള്ളന്മാരാണ്. അവന്മാർക്ക് കിട്ടിയ കാശ് കൊണ്ട് വലിഞ്ഞ്. അതാണ് ഞാൻ എപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് ഇതൊന്നും വേണ്ട. മതി, ചെന്ന് കാണുന്നുണ്ട് ഞാൻ അവന്മാരെ. നാണമുണ്ടോ അമ്മയ്ക്ക്? എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വെ ചെയ്തിട്ടുണ്ടോ? മിണ്ടരുത്. നിശ്ചയം മുടക്കാന്നും വിവാഹം നടത്താന്നും എന്തെങ്കിലും ഒരു വാക്ക് അമ്മയുടെ നാവിന്ന് വീണാലുണ്ടല്ലോ. ദേ, നീ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. നിശ്ചയം നടക്കുമായിരിക്കും, പക്ഷേ ഈ കല്യാണം നിർമ്മല നടത്തില്ല. അതെന്റെ തീരുമാനമാണ്. അണിയിച്ചതിന് ശേഷം മാത്രം പരസ്പരം നോക്കുന്ന രണ്ടുപേർ. എൻഗേജ്മെന്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം എനിക്കിതൊന്ന് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. ആളുകളുടെ കമന്റ്സ് എന്താന്ന് നോക്കാലോ. പ്രത്യേകിച്ച് എന്ത് കമന്റ്സ് ഉണ്ടാവാനാ? കുറെ ആളുകൾ അതിന്റെ പേരിൽ പാരമ്പര്യവാദത്തിനെ തള്ളിപ്പറയും. കുറെ പേര് നല്ലതാണെന്നും പറയും. കുറെ കഴിയുമ്പോ അവര് തമ്മിൽ അടിക്കുകയും ചെയ്യും. അത്രല്ലേ ഉള്ളൂ. ആർ യു റെഡി? അവസാന വാക്ക് മമ്മിയുടേതല്ലേ? ഓക്കെയാണോ നോക്ക്. യെസ്, ആസ് ഓൾവേസ് യു ആർ ലുക്കിംഗ് ലൈക്ക് എ പ്രിൻസസ്. അപ്പൊ ശരി, നടക്കട്ടെ. മമ്മി അവിടുത്തെ കാര്യങ്ങൾ എന്തായി നോക്കട്ടെ. സിനിക് വാ. എന്താ സിത്താരെ? മുറി തുറന്നു കിടന്നിരുന്നോണ്ട് വെറുതെ കയറി നോക്കിയതാ. ഇവരാരൊക്കെയാ? ഇത് പണ്ടുകാലത്ത് മരിച്ചുപോയവരുടെ ഛായാചിത്രങ്ങളും ഫോട്ടോയും ഒക്കെ നിർബന്ധമായിട്ടും വെക്കുമായിരുന്നല്ലോ. എല്ലാം കാരണവന്മാര് ചെയ്തതാ. പക്ഷേ സ്ത്രീകളുടെ ചിത്രം മാത്രമേ ഉള്ളല്ലോ. മരിച്ചുപോയ പുരുഷന്മാരുടെ ഫോട്ടോയൊക്കെ അത് ഇവിടെ തന്നെ വേറെ മുറിയിലുണ്ട്. മരണത്തിൽ പോലും ആൺ പെൺ വ്യത്യാസം അല്ലേ? ഇവരൊക്കെ ഈ പ്രായത്തിലാണോ മരിച്ചത്? അങ്ങനെയൊന്നുമില്ല. പലരുടെയും ചിത്രം പല പ്രായത്തിലാണല്ലോ വരയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ. സിത്താര വരൂ, അവിടെ മുഹൂർത്തത്തിന് സമയമായി. ഈ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ മാത്രം തറയ്ക്ക് വല്ലാത്തൊരു തണുപ്പ്. അടച്ചിട്ടിരിക്കുന്ന മുറിയായിട്ട് പോലും കാറ്റൊക്കെ വന്ന് പൊതിയുന്ന പോലെ. എന്താ അത്? അത് സിത്താരയ്ക്ക് വെറുതെ തോന്നുന്നതാ. തറവാട് വീടുകളെ കുറിച്ച് പലതും കേട്ടും മനസ്സിൽ വെച്ചിട്ടാ. സിത്താര ചെല്ലേ, വാ. ഈശ്വര, ഗാതമോൾക്ക് അപകടമൊന്നും വരുത്തല്ലേ. എന്തൊരു ഉറക്കമായിരുന്നു നന്ദേട്ടാ ഇന്നലെ. നേരം വെളുത്തിട്ട് പോലും എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. അതെടോ, വല്ലാത്തൊരു സമാധാനമായിരുന്നു ഇന്നലെ രാത്രി. സർപ്പക്കളവും പൂജയെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനി ആ ദൈവങ്ങളെല്ലാം നവീന് കാവലായിട്ടുണ്ടാവും. അതിനുശേഷം ഭക്ഷണം എന്താടോ? അയ്യേ, ഇതെന്തോന്നാ സാറേ? ഇതാണോ കല്യാണ നിശ്ചയത്തിനുള്ള വേഷം? ഇതിനെന്താ കുഴപ്പം? എന്റെ പൊന്നു സാറേ, ഇത്രയും വലിയൊരു തറവാട്, ഇന്നലെ സർപ്പക്കാവും സർപ്പം തൊള്ളലും ഒക്കെ നടന്ന ഒരു അന്തരീക്ഷം. അയ്യേ, അതിനിടയ്ക്ക് സാറ് ഈ കോട്ടുസൂട്ട് ഇട്ടപ്പോ ഈ മോരുമുതിരയും പോലെ അങ്ങനെ ഒരു ചേരായ്മ. എടോ, വന്നു നിൽക്കുന്നത് തറവാട്ടിലാണെങ്കിലും ഞാൻ നവീൻ ഗോപാൽ വർമ്മ തന്നെയല്ലേ. എനിക്കിത് മതി. അത് പോരാ. നീ എന്താടാ ബിസിനസ് മീറ്റിംഗിന് പോവാണോ? മാണിക്കുഞ്ഞെ, മുണ്ടും ഷർട്ടും ഒക്കെ പെട്ടിലിരിപ്പില്ലേ? അതെത്ര വേണേലും ഉണ്ട്. മുത്തശ്ശി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ അതുപോലല്ലേ ആളുകൾ നമ്മളെ കാണേണ്ടത്. ദേ, ഞാനൊരു കാര്യം പറയാം. നീ നിർബന്ധബുദ്ധി പിടിക്കുന്നതൊക്കെ നിന്റെ ഓഫീസില്, നിന്റെ ബിസിനസ്സില്. ഇത് കളരിക്കൽ തറവാടാ. ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ എനിക്കറിയാം. എന്താ മാണിക്കുഞ്ഞെ മിഴിച്ചു നിൽക്കുന്നേ? ഡ്രസ് എടുത്തോണ്ടൊന്ന് കൊടുക്ക്. ഡ്രസ്സൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് മുത്തശ്ശി.
കോടിമുണ്ട് ഷർട്ടും ഇട്ട് ആദ്യം അമ്പലത്തിൽ പോണം. അവിടെ തൊഴുതു പ്രാർത്ഥിച്ച് നെറ്റിയിൽ ചന്ദനം ഇട്ടിട്ട് വേണം നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ. കേട്ടല്ലോ നീ? ഈ മുത്തശ്ശിയുടെ ഓരോ നിർബന്ധങ്ങൾ. നിർബന്ധിക്കാൻ മുത്തശ്ശിമാരുള്ളത് കൊണ്ടാടാ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. ആ പെട്ടെന്നാവട്ടെ. ആ ഓ, ഞാൻ പറഞ്ഞപ്പോ സാറ് കേട്ടില്ലല്ലോ. അല്ലേലും അത് അങ്ങനെ തന്നെയാ. കാരണവര് തന്നെയാ, തൊഴിലാളി. മതിയടോ, താനൊരു കാര്യം ചെയ്യും. അകത്ത് എവിടെയെങ്കിലും ചന്ദനം ഇരിക്കുന്നുണ്ടെങ്കിലേ കുറച്ചും എടുത്തോണ്ട് വാ. അതെന്തിനാ? അത് അമ്പലത്തിൽ പോകുമ്പോ കിട്ടൂല സാറേ. എടോ, എനിക്ക് അങ്ങോട്ടൊന്നും പോവാൻ വയ്യ. തന്നോട് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി. ഓ, ഇയാള് നന്നാവത്തില്ല. എന്താ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞതാണേ. ആ എന്നാ ചെല്ല്. ഈ മുത്തശ്ശിയെ കൊണ്ട് തോറ്റു. ഇന്നലെ കാര്യങ്ങൾ ശുഭമായി പര്യവസാനിച്ച സ്ഥിതിക്ക് ഇന്നത്തെ പ്രഭാത പൂജ കൂടി കഴിയുമ്പോ എല്ലാം ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. തിരുമേനി അത് നോക്ക്. എന്തായി കാണണേ? ആചാരം അനുസരിച്ച് പൂജ അവസാനിക്കുന്നതിന് മുൻപ് ദിവ്യനാഗം ഇതിന്ന് ഇറങ്ങാൻ പാടില്ലാത്തതാ. ഇറങ്ങാന്ന് വെച്ചാ അത് സർവനാശത്തിന്റെ സൂചനയാണ്. എല്ലാം ശുഭമായി തീർന്നുന്ന രീതിയിലാ അവിടെ തറവാട്ടിൽ നിശ്ചയം നടക്കുന്നത്. അതിപ്പോ എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരം കാണാതെ നിശ്ചയം നടത്തിയിട്ട് കാര്യമില്ല. പരിഹാരം എന്ന് പറഞ്ഞാൽ ആ കളം വരച്ച കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി പുറപ്പെട്ടോന്ന് അന്വേഷിക്കുക. ആ കുട്ടിയും സംഘവും രാവിലെ തന്നെ തിരിച്ചുപോയി. തിരിച്ചു വിളിക്കണം. ആ കുട്ടിയുടെ സാന്നിധ്യമില്ലാതെ പരിഹാര പൂജ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ആരെങ്കിലും പോയി ആ കുട്ടിയെ വിളിക്കൂ. ഇപ്പൊ തന്നെ വിളിക്കാം. മോളെ കൃഷ്ണേ, ഇത്രയും കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിലേ എന്നേ നിനക്ക് ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി തന്നേനെ. ഇനി ഇതുപോലുള്ള റിസ്ക് ഉള്ള പരിപാടിയും കൊണ്ട് കൃഷ്ണയുടെ മുമ്പിലേക്ക് വരാൻ നിൽക്കണ്ട. എടി, റിസ്ക് എടുത്താൽ എന്താടി വേണേ? പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടി. പിന്നെ മിന്നുന്നൊരു വളയും. നാളെ ഇവൾക്കൊരു ആവശ്യം വന്നാലേ നേരെ ആ കളരിക്ക് തറവാട്ടി ചെന്ന് ആ മുത്തശ്ശിയോട് വെറുതെ ഒന്ന് കാര്യം പറഞ്ഞാൽ മതി. അവര് കാശും പൊന്നും കൊണ്ടുവന്ന് കൊട്ടു ഇവളുടെ മുന്നില്. അങ്ങനെ അധ്വാനിക്കാത്ത കാശൊന്നും എനിക്ക് വേണ്ട. സർപ്പക്കളം വരയ്ക്കല് കൃഷ്ണ ഇതോടെ നിർത്തി. ആ പാമ്പ് വന്ന് ഇവളുടെ അടുത്ത് നിന്നപ്പോഴുണ്ടല്ലോ, ഓ ഞങ്ങളുടെ അവസ്ഥ ചേട്ടന് പറഞ്ഞ മനസ്സിലാവൂല. അടുത്ത് വന്ന് നിന്നാലേ ഉള്ളൂ. വരച്ചു കൊടുത്ത പോലല്ലേ ആ കുടത്തിലേക്ക് പാമ്പ് എന്ന് കയറിയത്. ഇവക്ക് എന്തോ ദിവ്യശക്തി ഉണ്ട്. ഇക്കാലത്ത് ഒരാൾക്കൊരു ദിവ്യശക്തി ഉണ്ടെങ്കിലേ അത് വിറ്റ് കാശാക്കും. മിണ്ടാതിരുന്നോട്ടോ, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലും ഞാൻ. തലക്കുറികൾ തന്നോളൂ. തിരുമേനി, മോതിരങ്ങൾ വെച്ചോളൂ. മാറാനുള്ള മോതിരങ്ങളാണ്. ഈ പയ്യനെ വിളിച്ചോളൂ. മാണിക്കിഞ്ഞേ എന്തോ നവീനെ കൂട്ടിക്കൊണ്ടുവരും. ഓ ആയിക്കോട്ടെ. സാറേ, സാറല്ല പെണ്ണ്. ഇത്രയും നാണം വേണ്ട. മോതിരണിയും വരെ ഞങ്ങൾ പരസ്പരം കാണില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന് പെണ്ണ് ദൂരെ എത്തിയിട്ടില്ലല്ലോ. വരുന്നത് വരെ തലയോർത്തി നിൽക്ക് സാറേ. താൻ ചെന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ആ ഡീൽ ഇന്ന് നടന്നില്ലെങ്കിൽ കോടികൾ നഷ്ടം വരും. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എടോ, താൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. ചെല് സാറേ. ഓടോ. കൊറേ വിളിച്ചു നോക്കി തിരുമേനി, ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിശ്ചയത്തിന് മുഹൂർത്തമായി. കുടത്തീന്ന് ദിവ്യനാഗം പുറത്തിറങ്ങിന്ന് പറഞ്ഞ പരിഹൃതമാകാത്തൊരു പാപം ഇനിയും ബാക്കിയുണ്ടെന്നാ. അങ്ങനെ ഒരു അവസ്ഥയില് ഈ നിശ്ചയം നടക്കാൻ പാടില്ല. നിർത്തിവച്ചേ പറ്റൂ. പെൺകുട്ടി അവളുടെ വീട്ടുകാർ ഇന്നലെ തന്നെ വന്നതാ. ഇതിപ്പോ മുഹൂർത്തത്തിലൊരു തടസ്സം വരാന്ന് വെച്ചാ അവര് ചിലപ്പോ ഇതിന്ന് ഒഴിഞ്ഞു മാറിയാലോ. ആയുസ്സുണ്ടായാലല്ലേ അനുഭവിക്കാൻ പറ്റൂ. സർപ്പക്കാവിലെ പരിഹാര പൂജ വരെ ആ നിശ്ചയം നടക്കരുത്. എന്തൊരു ഭംഗിയാ കൃഷ്ണ ഈ വള കാണാൻ. രാജപരമ്പരയിലെ കുടുംബ ആഭരണങ്ങളൊക്കെ അന്നത്തെ കാലത്തെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എന്തായാലും കൃഷ്ണയുടെ ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യം! അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യം വന്നാല് ഞാൻ ഇതങ്ങ് വിൽക്കും. അയ്യോ എന്റെ പൊന്നുമോളെ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അത്രയും വിശേഷപ്പെട്ടൊരു സാധന അത് വിൽക്കുമെന്നോ? പിന്നെ ഞാനിത് കയ്യിലിട്ട് നടന്നിട്ട് എന്തിനാ? ഞാനാ കളരിക്കലെ പെണ്ണൊന്നും അല്ലല്ലോ. അവിടെ ചെന്ന് കേറാനുള്ള പെണ്ണും അല്ല.
അല്ല സുരേന്ദ്രേട്ടാ, നമുക്കിതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാ? അത് സ്വർണ്ണമായതുകൊണ്ട്. ആ അപ്പൊ ആ വില കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൂ. എന്റെ അമ്മയുടെ അസുഖം മാറ്റുന്നത് എന്തോ അതാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം. ഇത് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, വള പോയി. നിർത്ത്, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ വള എവിടെ പോയി? അയ്യോ, ദേ വള പോയല്ലോ. അയ്യോ കൃഷ്ണ വേണ്ട, ഏതോ പാമ്പിന്റെ പൊത്താ അത്. നവീന്റെ ജാതകവുമായി ഇതിനേക്കാൾ ചേർച്ചയുള്ള ഒരു ജാതകം ഇനി കിട്ടാനില്ല. ശാപമോക്ഷ പൂജയിൽ വീഴ്ചകൾ വന്നുകൂടാ, സർവനാശമാണ്. കളരിക്കൽ നാട്ടുവംശത്തെ പുരുഷന്മാർ ആദ്യവേളി കഴിച്ചെത്തുന്ന കന്യകമാർ സർപ്പദംശനം മൂലം മരിക്കാൻ ഇടവരട്ടെ.